ഹലോ ഗൈസ്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ? എനിക്ക് വട്ടാണോ ഡിപ്രഷനാണോ അതോ ഇതെന്തെങ്കിലും ഫോബിയ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. അത് കേൾക്കുമ്പോഴെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം വരും. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 10th of May, ഇന്നലെ 9th of May, നാളെ 11th of May. നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ അവസാനമായിട്ട് ഡ്യൂട്ടിക്ക് പോയത് 28th അല്ലെങ്കിൽ 29th of April. ലിറ്ററലി പറയുകയാണെങ്കിൽ ഞാനൊരു 11 ദിവസത്തിന് ശേഷമാണ് നാളെ ഡ്യൂട്ടിക്ക് പോകുന്നത്. ആൻഡ് ദ പ്രശ്നം ഈസ്, ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്കറിയത്തില്ല, എനിക്കെന്തോ അസുഖമാണ്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, എനിക്കെന്തോ ഒരു ഫോബിയ. വൈ? നാളെ മുതൽ, മൺഡേ മുതൽ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് ഓർത്തിട്ട്. ലിറ്ററലി പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഞാൻ വേറെ ഏതോ ലോകത്തൂടെ നടക്കുക. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടല്ല, ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ തൊട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ അത്രയ്ക്കും മടിയാണ്, ഈ സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് അത്രയ്ക്കും മടിയുള്ള പോലെ ഡ്യൂട്ടിക്ക് പോകാൻ മടിയാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കലല്ല. നാളെ രാവിലെ ഞാൻ ഇവിടെ എണീറ്റ് അവിടെ എത്തി പഞ്ച് ചെയ്യുന്ന വരെയുള്ള പ്രശ്നം. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഞ്ചിനെ പോലെ നടക്കും. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടിയോയെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ എണ്ണി ഇരിക്കുകയാണ്. ഓരോ മണിക്കൂർ നീളും തോറും എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇങ്ങനെ കൂടുക. ഇതിനെ എങ്ങനെ കുറയ്ക്കും എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് പറയുക. അത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് എന്ത് ഫോബിയാണെന്ന് അറിയുന്നവർ അതുകൂടെ എനിക്ക് പറഞ്ഞു. ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുണ്ടെങ്കിൽ അതുകൂടെ എനിക്ക് പറഞ്ഞു. ബിക്കോസ് എനിക്കിങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല.